നമസ്കാരം. നിങ്ങൾക്കുള്ള ഒരു 3 കാർഡ് ടൈംലെസ് ടാരോ ഗൈഡൻസ് ആണ്. ഞാൻ കാണുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും എന്താ പറയാ നിങ്ങളുടെ ജീവിതത്തിൽ ഇതൊരു എനിക്ക് സത്യം പറഞ്ഞാൽ ഇത് നടക്കാൻ പോകുന്ന ഒരു കാര്യമായിട്ടാണ് മനസ്സിലാക്കുന്നത്. അതിന്റെ ഒരു സൂചന നിങ്ങൾക്ക് തരാനാണ് ശ്രമിക്കുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ഈ ഒരു ഏതെങ്കിലും ഒരു മേഖലയിൽ നിങ്ങൾക്കൊരു അന്യായം നിങ്ങൾക്ക് സംഭവിച്ചിട്ടുള്ള ഒരു അനീതി നേരിട്ടിട്ടുള്ള ഒരാളാണ് എങ്കിൽ നിങ്ങളോട് എന്താണ് യൂണിവേഴ്സ് പറയുന്നത് വെച്ചാൽ ആ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് നീതി നടപ്പാക്കിയെടുക്കുക എന്നുള്ളത് യൂണിവേഴ്സിന്റെ ഉത്തരവാദിത്തമാണ്. അത് യൂണിവേഴ്സ് എന്തായാലും ചെയ്തിരിക്കും. അതിനുള്ള കാര്യങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു എന്ന് നിങ്ങൾ അറിയിക്കുകയാണ്. ഓക്കെ, അപ്പോൾ വളരെ വൈകാതെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ വിജയിക്കുന്നതിന്, ഏത് മേഖലയിലാണോ നിങ്ങൾ അനീതി നേരിട്ടത് അവിടെ നിങ്ങൾക്ക് നീതി ലഭിക്കുന്നതിനും അവിടെ നിന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ഉയർച്ചകൾ ഉണ്ടാകുന്നതിനും ഒരു അവസരം, ഒരു സഹായം ഓക്കെ നിങ്ങളിലേക്ക് ഒന്നുകിൽ നിങ്ങൾക്ക് പരിചയമുള്ള ഒരാൾ വഴിയോ അല്ലെങ്കിൽ നിങ്ങളുടെ സോൾ ഫാമിലി മെമ്പർ വഴിയോ നിങ്ങളിലേക്ക് എത്തുന്നതാണ്. അതിൻ്റെ ഒരു കമ്മ്യൂണിക്കേഷൻ നിങ്ങൾക്ക് വളരെ വൈകാതെ ലഭിക്കുന്നതാണ്. ഓക്കെ, പിന്നെ ആ സംഭവം, അതിന്റെ യാഥാർത്ഥ്യം, ആ ഒരു അനീതി നേരിട്ട സംഭവം, അതിന്റെ യാഥാർത്ഥ്യം എന്താണെന്നും നിങ്ങൾക്ക് ബോധ്യപ്പെടുന്നതാണ്. അറിയേണ്ട സമയമുണ്ട്. ആ സമയത്ത് എന്തുകൊണ്ടാണ് അത് അങ്ങനെ സംഭവിച്ചത്, ആരാണ് അതിന് കാരണക്കാരൊക്കെയാണ് എന്നതിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് കൃത്യമായ ക്ലാരിറ്റി കിട്ടുന്നുണ്ട്. അപ്പൊ നിങ്ങൾ അവിടെ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, നിങ്ങൾ ഇപ്പോഴും അതിന്റെ ഉത്തരം അന്വേഷിച്ച് നടക്കേണ്ട ആവശ്യമില്ല. അത് കൃത്യസമയത്ത് നിങ്ങളിലേക്ക് വരും. ഓക്കെ, ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കണം, നിങ്ങൾക്കുള്ള നീതി എന്തായാലും നടപ്പാക്കി എടുക്കും. അപ്പൊ അതിനായിട്ട് ഞാൻ ഈ പറഞ്ഞ പോലെ ചിലപ്പോൾ നിങ്ങൾക്ക് എവിടെയാണോ നിങ്ങൾ അനീതി നേരിട്ടത് ആ ഒരു സാഹചര്യത്തിൽ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ഒരാളായിരിക്കാം. അവരാണ് ചിലപ്പോൾ നിങ്ങളിലേക്ക് എന്താ പറയുക നിങ്ങൾക്ക് വീണ്ടും കോണ്ടാക്ട് ചെയ്ത് നിങ്ങളുടെ അനീതി നടന്ന ആ ഒരു സാഹചര്യത്തിൽ നിങ്ങൾക്കുള്ള നീതി കൊണ്ടുവരുന്നതിന് യൂണിവേഴ്സ് ഉപയോഗിക്കുന്ന ഒരു വ്യക്തി എന്ന് പറയുന്നത് ആ ആളായിരിക്കാം. അപ്പൊ ചിലപ്പോൾ അവരായിട്ട് നിങ്ങൾ കോണ്ടാക്ട് ഒന്നും ഉണ്ടാവില്ലെങ്കിലും അവർ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. അങ്ങനെ എന്തെങ്കിലും ഉണ്ടായാൽ നിങ്ങൾ ഡെഫിനറ്റ്ലി ആ ഒരു കമ്മ്യൂണിക്കേഷൻ അവർ ഒരു ഫോണിലൂടെ കോണ്ടാക്ട് ചെയ്യണം അല്ലെങ്കിൽ ഇമെയിൽ വഴി കോണ്ടാക്ട് ചെയ്യണമെങ്കിൽ നിങ്ങൾ റെസ്പോണ്ട് ചെയ്യണം. എന്താണ് അവർക്ക് പറയാനുള്ളത് എന്ന് കേൾക്കുക. തീരുമാനം നിങ്ങൾ എടുത്താൽ മതി, നിങ്ങളുടെയാണ് തീരുമാനം. പക്ഷെ ഈ പറയുന്ന പോലെ അവര് ഒരു അവസരം കൊണ്ടുവരികയാണ് നിങ്ങൾക്ക് ആ ഒരു മേഖലയിൽ ഉയരുന്നതിന് വേണ്ടിയിട്ട് എങ്കിൽ അത് തീർച്ചയായും നിങ്ങൾ ആത്മവിശ്വാസത്തോടെ അത് ഉപയോഗിക്കുക. ഓക്കെ, ധൈര്യമായിട്ട് ആ ഒരു ഓപ്പർച്യൂണിറ്റിയുമായിട്ട് മുന്നോട്ട് പോകുക തന്നെ വേണം.